ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 148 ദിവസം. ജെറുസലേം ദേവാലയ നിർമ്മാണം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 4 എന്നിവ വായിക്കുന്നു. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം നിർമ്മിച്ച് പൂർത്തിയാക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടറിഞ്ഞ ഷേബരാജ്ഞിയുടെ സന്ദർശന വിവരണങ്ങളുമാണ് ഇന്ന് നാം വായിക്കുന്നത്. ഈ ലോകത്ത് നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആത്മീയ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരാത്മീയത നൽകണമേ എന്നും ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ അനുഭവം ആരാധനയിലൂടെ തിരികെ അവകാശമായി ലഭിക്കുവാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുവാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം. ദേവാലയ നിർമ്മാണം. ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം വർഷം, സോളമൻ ഇസ്രായേലിന് മേൽ രാജാവായതിൻ്റെ 4-ാം വർഷം, സീവ് മാസത്തിൽ, അതായത് 2-ാം മാസത്തിൽ അവൻ കർത്താവിന് ഭവനം പണിതു. സോളമൻ രാജാവ് കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിൻ്റെ നീളം 60 മുഴവും വീതി 20 മുഴവും ഉയരം 30 മുഴവുമായിരുന്നു. ആലയത്തിൻ്റെ നടുത്തളത്തിന് മുമ്പിലെ പൂമുഖത്തിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊപ്പം 20 മുഴം, അതിൻ്റെ വീതി ആലയത്തിനൊപ്പം 10 മുഴം. ആലയത്തിന് അടയ്ക്കപ്പെട്ട ജനൽ ചട്ടങ്ങൾ അവനുണ്ടാക്കി. നടുത്തളത്തോടും വിശുദ്ധ സ്ഥലത്തോടും ചേർന്നുള്ള ആലയഭിത്തികൾക്ക് ചുറ്റുമായി ആലയത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് അവൻ കിടപ്പിടം പണിതു. അങ്ങനെ അവൻ ചുറ്റും ചാർത്തുകൾ നിർമ്മിച്ചു. ഏറ്റവും താഴെയുള്ള കിടപ്പിടത്തിൻ്റെ വീതി 5 മുഴവും നടുക്കുള്ളതിൻ്റെ വീതി 6 മുഴവും മൂന്നാമത്തേതിൻ്റെ വീതി 7 മുഴവുമായിരുന്നു. ആലയത്തിൻ്റെ ഭിത്തിമേൽ ചാർത്ത് പിടിപ്പിക്കാതിരിക്കാൻ ആലയത്തിൻ്റെ ഭിത്തിക്ക് പുറത്ത് ചുറ്റും അവൻ തുലാമുകൾ ഘടിപ്പിച്ചു. ആലയം പണിയപ്പെട്ടപ്പോൾ പാറമടയിൽ തയ്യാറാക്കിയ കല്ലുകൊണ്ടാണ് അത് പണിയപ്പെട്ടത്. അതിനാൽ അത് പണിയപ്പെട്ടപ്പോൾ ചുറ്റികകളോ കോടാലിയോ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഉപകരണമോ ആലയത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നില്ല. താഴത്തെ ചാർത്തിൻ്റെ പ്രവേശനം ആലയത്തിൻ്റെ വലത്തുവശത്തായിരുന്നു. ഗോവണിയിലൂടെ മധ്യനിലയിലേക്കും മധ്യത്തിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും ആളുകൾക്ക് കയറാമായിരുന്നു. അങ്ങനെ അവൻ ആലയം പണിത് പൂർത്തിയാക്കി. ദേവദാരു പലകകളും പട്ടികകളും കൊണ്ട് ആലയത്തിന് മച്ചുപിടിപ്പിച്ചു. അവൻ ആലയം മുഴുവനും ചേർന്ന് കിടപ്പിടങ്ങൾ പണിതു. അതിൻ്റെ ഉയരം 5 മുഴം. ദേവദാരു തടി കൊണ്ട് അവൻ അവ ആലയത്തോട് ഘടിപ്പിച്ചു. സോളമൻ ഇപ്രകാരം കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ നിർമ്മിക്കുന്ന ഈ ആലയത്തെ സംബന്ധിച്ച് കേട്ടാലും നീ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുവർത്തിക്കുകയും അവയിൽ വ്യാപരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൽപ്പനകളും കാക്കുകയും ചെയ്താൽ നിൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ ചെയ്ത എൻ്റെ വാക്ക് നീയുമായി ഞാൻ ഉറപ്പിക്കും. ഇസ്രായേല്യരുടെ മധ്യേ ഞാൻ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ആലയം പണിത് പൂർത്തിയാക്കി. ആലയത്തിൻ്റെ ഭിത്തിയുടെ ഉൾവശം ദേവദാരു പലകകൾ കൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ തറ മുതൽ തട്ടിൻ്റെ ഭിത്തികൾ വരെ ആലയത്തിൽ തടി നിരത്തി. ആലയത്തിൻ്റെ തറ സരളമര പലകൾ കൊണ്ട് പൊതിഞ്ഞു. തറ മുതൽ തട്ടുവരെ ആലയത്തിൻ്റെ പിറകുവശം 20 മുഴം ദേവദാരു പലകകൾ കൊണ്ട് പണിതു.
അങ്ങനെയാണ് അവൻ അതിവിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിൻ്റെ ഉൾവശം പണിതത്. ദേവാലയത്തിൻ്റെ മുൻഭാഗമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ അകത്തുള്ള ദേവദാരുത്തടി അലങ്കാരപ്പണികളും വിടർന്ന പുഷ്പങ്ങളുമുള്ളവയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ലൊന്നും കാണാനില്ലായിരുന്നു. ആലയത്തിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ഉടമ്പടി പേടകം സ്ഥാപിക്കുന്നതിന് ശ്രീകോവിൽ സജ്ജമാക്കി. ശ്രീകോവിലിന് 20 മുഴം നീളവും 20 മുഴം വീതിയുമായിരുന്നു. അതിൻ്റെ ഉയരം 20 മുഴവും. അവനത് സ്വർണം പൊതിഞ്ഞു. അതിൻ്റെ മുൻഭാഗത്ത് ബലിപീഠം അവൻ ദേവദാരു കൊണ്ട് പൊതിഞ്ഞു. സോളമൻ ആലയത്തിൻ്റെ അകം സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിൻ്റെ മുമ്പിൽ സ്വർണ്ണച്ചങ്ങലകൾ കുറുകെ വലിച്ചു നാട്ടി. അതും സ്വർണം പൊതിഞ്ഞു. ആലയമെമ്പാടും അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലുണ്ടായിരുന്ന ബലിപീഠം മുഴുവൻ അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലിൽ ഒലിവുതടി കൊണ്ട് അവൻ 2 കെരൂബുകൾ നിർമ്മിച്ചു. അവയുടെ ഉയരം 10 മുഴം. കെരൂബിൻ്റെ ഒരു ചിറക് 5 മുഴം. കെരൂബിൻ്റെ രണ്ടാമത്തെ ചിറക് 5 മുഴം. അതിൻ്റെ ഒരു ചിറകിൻ്റെ അഗ്രത്തു നിന്ന് മറ്റേ ചിറകിൻ്റെ അഗ്രം വരെ 10 മുഴം. രണ്ടാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകൾക്കും ഒരേ രൂപവും ഒരേ അളവും. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം. രണ്ടാമത്തെ കെരൂബും അങ്ങനെ തന്നെ. ആലയത്തിനകത്ത് മധ്യഭാഗത്തായി അവൻ കെരൂബുകളെ സ്ഥാപിച്ചു. കെരൂബുകളുടെ ചിറകുകൾ വിടർന്നിരുന്നു. ഒരെണ്ണത്തിൻ്റെ ചിറക് ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു. രണ്ടാമത്തെ കെരൂബിൻ്റെ ചിറക് രണ്ടാമത്തെ ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു. അവയുടെ ചിറകുകൾ ആലയമധ്യത്തിൽ ഒരു ചിറക് മറ്റേ ചിറകിനെ സ്പർശിച്ചിരുന്നു. അവൻ കെരൂബുകളെയും സ്വർണം പൊതിഞ്ഞു. ആലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളുടെയെല്ലാം അകവും പുറവും കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും വിടർന്ന പുഷ്പങ്ങളുടെയും രൂപശില്പങ്ങൾ അവൻ കൊത്തിവെച്ചു. ആലയത്തിൻ്റെ അകത്തെയും പുറത്തെയും തറ അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടം, ഒലിവ് തടിയുടെ കതകുകൾ, മേൽപ്പടി, പഞ്ചമുഖ കട്ടിളക്കാലുകൾ എന്നിവ അവൻ നിർമ്മിച്ചു. ഒലിവ് തടിയുടെ ഇരു കതകുകളുടെയും മേൽ അവൻ കെരൂബുകൾ, ഈന്തപ്പനകൾ, വിടർന്ന പുഷ്പങ്ങൾ എന്നിവയുടെ രൂപശില്പങ്ങൾ കൊത്തിവെച്ച് സ്വർണം പൊതിഞ്ഞു. കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും മേൽ അവൻ സ്വർണം അടിച്ചു പതിപ്പിച്ചു. അതുപോലെ ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഒലിവ് തടിയുടെ ഒരു കട്ടിള ചതുരത്തിലുണ്ടാക്കി. സരളമരത്തിൻ്റെ 2 കതകുകളും. ഒന്നാമത്തെ കതകിൻ്റെ 2 പാളികൾ മടങ്ങുന്നവയായിരുന്നു. രണ്ടാമത്തെ കതകിൻ്റെ 2 പാളികളും മടങ്ങുന്നവയായിരുന്നു. അവൻ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചു. അടിച്ചു പരത്തിയ സ്വർണം കൊത്തുപണിക്കുമേൽ പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിയൊരുക്കിയ 3 നിര കല്ലും 1 നിര ദേവദാരു തടിയും കൊണ്ട് നിർമ്മിച്ചു. 4-ാം വർഷം സീവ് മാസത്തിലാണ് കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിടപ്പെട്ടത്. 11-ാം വർഷം 8-ാം മാസം, അതായത് ബുൽമാസം, എല്ലാ സാമഗ്രികളോടും കൂടി സകല വിധിപ്രകാരവും അവൻ ആലയം പൂർത്തിയാക്കി. 7 വർഷം കൊണ്ടാണ് അവനത് പണിതത്. വൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം. ഷേബാരാജ്ഞിയുടെ സന്ദർശനം. ഷേബാരാജ്ഞി സോളമൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ടപ്പോൾ സോളമനെ പരീക്ഷിക്കാൻ ദുഷ്കരമായ ചോദ്യങ്ങളുമായി വലിയ പരിവാര സന്നാഹങ്ങളോടെ ജെറൂസലേമിലേക്ക് വന്നു. ഒട്ടകങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഏറെ സ്വർണവും രത്നവും വഹിച്ചിരുന്നു. അവൾ സോളമൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം അവനോട് പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ അവളോട് മറുപടി പറഞ്ഞു. അവളോട് മറുപടി പറയാൻ കഴിയാത്ത വിധം ഒരു കാര്യവും സോളമനിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. സോളമൻ്റെ ജ്ഞാനവും അവൻ നിർമ്മിച്ച കൊട്ടാരവും അവൾ കണ്ടു. അവൻ്റെ മേശയിലെ ഭക്ഷണവും സേവകന്മാരുടെ വാസസ്ഥലവും അവൻ്റെ ഭൃത്യന്മാരുടെ പരിചരണ രീതിയും അവരുടെ വേഷവിധാനങ്ങളും അവൻ്റെ പാനപാത്രവാഹകരും അവരുടെ വേഷവിധാനങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അർപ്പിച്ച ഹോമയാഗങ്ങളും ഷേബാരാജ്ഞിയെ ചേതനയറ്റവളെ പോലെയാക്കി. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വച്ച് നിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ജ്ഞാനത്തെപ്പറ്റിയും കേട്ട കാര്യം വാസ്തവമാണ്. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതുവരെ ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. ഇതാ, നിൻ്റെ ജ്ഞാന മഹാത്മ്യത്തിൻ്റെ പകുതി പോലും എന്നോട് പറയപ്പെട്ടിരുന്നില്ല. ഞാൻ കേട്ടതിനുമുപരിയാണ് നിൻ്റെ പ്രശസ്തി. നിൻ്റെ ആളുകൾ ഭാഗ്യവാന്മാർ. നിൻ്റെ മുമ്പിൽ സദാ നിൽക്കുകയും നിൻ്റെ ജ്ഞാനം കേൾക്കുകയും ചെയ്യുന്ന നിൻ്റെ ഈ സേവകന്മാരും ഭാഗ്യവാന്മാർ. നിൻ്റെ ദൈവമായ കർത്താവിനു വേണ്ടി
രാജാവായിരിക്കാൻ നിന്നിൽ പ്രസാദിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ നിന്നെയാക്കിയ നിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇസ്രായേലിനെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് അവരെ എന്നേക്കും സുസ്ഥിരരാക്കാനും അങ്ങനെ വിധിയും നീതിയും നടത്തിക്കൊടുക്കാനും നിൻ്റെ ദൈവം നിന്നെ അവരുടെ മേൽ രാജാവാക്കിയിരിക്കുന്നു. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നവും അവൾ രാജാവിന് കൊടുത്തു. ഷേബരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്ത തരം സുഗന്ധദ്രവ്യം പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിരുന്ന ഹീരാമിൻ്റെ സേവകന്മാരും സോളമൻ്റെ സേവകന്മാരും ചന്ദനത്തടികളും രത്നവും കൂടി കൊണ്ടുവന്നു. രാജാവ് ചന്ദനത്തടി കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്കും രാജകൊട്ടാരത്തിലേക്കുമുള്ള പടികളും ഗാനാലാപനത്തിനുള്ള കിന്നരവും വീണകളും നിർമ്മിച്ചു. ഇതുപോലെയൊന്നും മുമ്പൊരിക്കലും യൂദാദേശത്ത് കണ്ടിട്ടില്ല. ഷേബരാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സോളമൻ രാജാവ് അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തു. അതവൾ രാജാവിന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിരുന്നു. അവൾ തൻ്റെ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സോളമൻ്റെ സമ്പത്ത്. സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം 666 താലന്ത് സ്വർണമായിരുന്നു. വ്യാപാരികളും മണിക്കുകളും കൊണ്ടുവന്നതിന് പുറമെ അറേബ്യയിലെ രാജാക്കന്മാരും ദേശാധിപതികളും സ്വർണവും വെള്ളിയും സോളമന് കൊണ്ടുവന്നിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ രാജാവ് 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണ്ണത്തകിട് ഉപയോഗിച്ചിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് അവൻ 300 ചെറിയ പരിചകളും ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 300 ഷെക്കൽ സ്വർണം ഉപയോഗിച്ചിരുന്നു. രാജാവ് അവയെല്ലാം ലബനോൻ കാനന മന്ദിരത്തിൽ നിക്ഷേപിച്ചു. രാജാവ് വലിയ ഒരു ദന്ത സിംഹാസനമുണ്ടാക്കി. അതിൽ അവൻ ശുദ്ധ സ്വർണം പതിച്ചു. സിംഹാസനത്തിന് 6 പടികളും സ്വർണം കൊണ്ടുള്ള പാദപീഠവും ഉണ്ടായിരുന്നു. അവ സിംഹാസനത്തോട് ചേർത്ത് ഘടിപ്പിച്ചിരുന്നു. ഇരിപ്പിടത്തിൻ്റെ ഇരുവശത്തും കൈകളുണ്ടായിരുന്നു. 2 സിംഹങ്ങൾ കൈകളുടെ പാർശ്വത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ വശത്തുമുള്ള 6 പടികളിലായി 12 സിംഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെയൊന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. സോളമൻ രാജാവിൻ്റെ ഓരോ പാനപാത്രവും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം ശുദ്ധ സ്വർണമായിരുന്നു. സോളമൻ്റെ കാലത്ത് വെള്ളി മൂല്യമുള്ള ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമിൻ്റെ ഭൃത്യന്മാരുമായി താർഷീഷിലേക്ക് പോകുമായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ കപ്പലുകൾ താർഷീഷിൽ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ എന്നിവ കയറ്റി വരുമായിരുന്നു. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയുംകാൾ വലിയവനായി. ദൈവം സോളമൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സന്നിധിയിൽ അണിഞ്ഞിരുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടെ കാഴ്ചയായി സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിരകൾ, കോവർക്കഴുതകൾ എന്നിവ ആണ്ടുതോറും കൊണ്ടുവന്നിരുന്നു. സോളമന് കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരക്കാരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളിലും ജെറുസലേമിൽ രാജാവിനൊപ്പവും നിർത്തി. നദി മുതൽ ഫിലിസ്ത്യ ദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും മേൽ അധിപനായിരുന്നു സോളമൻ. രാജാവ് ജെറുസലേമിൽ കല്ലുകൾ പോലെ വെള്ളി സുലഭമാക്കി. ഷെഫേല താഴ്വരയിൽ സമൃദ്ധമായിരുന്ന സിക്കമൂർ പോലെ ദേവദാരു അവൻ സംലഭ്യമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും സോളമന് കുതിരകളെ കൊണ്ടുവന്നിരുന്നു. സോളമൻ്റെ ആദ്യാവസാനമുള്ള പ്രവർത്തികളുടെ ശിഷ്ടഭാഗം നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തങ്ങളിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും നെബോത്തിൻ്റെ പുത്രനായ ജെറോബോവാമിനെക്കുറിച്ചുള്ള ദീർഘദർശി ഇദ്ദോയുടെ ദർശനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറൂസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവായി വാണു. അനന്തരം സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവനെ അവർ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ സ്ഥാനത്ത് സ്വപുത്രനായ റഹോബോവാം ഭരണമേറ്റു. സങ്കീർത്തനങ്ങൾ 4. കർത്താവ് നൽകുന്ന ആനന്ദം. ഗായക നേതാവിന് തന്ത്രിവാദ്യത്തോടെ ദാവീദിൻ്റെ കീർത്തനം. എൻ്റെ നീതിയുടെ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ
എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ അങ്ങനെക്ക് സ്വസ്ഥത നൽകി എന്നിൽ കനിയണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യരെ എൻ്റെ മഹത്വം ക്ഷതമേൽക്കുന്നതും നിങ്ങൾ വ്യർത്ഥത്തെ സ്നേഹിക്കുന്നതും വ്യാജം അന്വേഷിക്കുന്നതും എത്ര നാൾ? കർത്താവ് കരുണയുള്ളവനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. ക്ഷോഭിച്ചുകൊള്ളുവിൻ, എന്നാൽ പാപം ചെയ്യരുത്. കിടക്കയിൽ വെച്ച് നിങ്ങൾ മനസ്സിൽ ഉരുവിടുവിൻ, മൗനം പാലിക്കുവിൻ. സല. ഉചിതമായ ബലികൾ അർപ്പിക്കുവിൻ, കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. പലരും പറയുന്നു, ആര് നമുക്ക് നന്മ കാണിച്ചു തരും? കർത്താവെ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ മുഖകാന്തി പകരണമേ. അവരുടെ ധാന്യവും വീഞ്ഞും പെരുകിയ നേരത്തേക്കാൾ സന്തോഷം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. സമാധാനത്തോടെ ശയിക്കുന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോകും. എന്തെന്നാൽ കർത്താവെ, അങ്ങ് മാത്രമാണ് എന്നെ സുരക്ഷിതത്വത്തിൽ നിവസിപ്പിക്കുന്നത്.